I feel you creeping, I can see it from my shadow. Wanna jump up in my Lamborghini Gallardo. Baby, go to my place and just kick. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ എൻ്റെ എന്താ പറയുക ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹോണ്ട സിറ്റി. എൻ്റെ ഡ്രൈവിംഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തന്നോട്ട് എന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്തു. എന്നിട്ട് അവിടെ രാമനാട്ടുകര തന്നെയുള്ള ഒരു 3 സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇത് ഞാൻ പഠിച്ചത്, ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ ഈ ഹോണ്ട സിറ്റി നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എന്താ പറയുക ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഹോണ്ട സിറ്റിയിലാണ് കേട്ടോ. ഇതിനിപ്പോൾ 15 ഇയേഴ്സായി. അതുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ വിചാരിച്ചു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് റിന്യൂ ചെയ്തിട്ട് ഓടിക്കാമെന്ന്. ഇതാണെങ്കിൽ എന്താ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കുമല്ലോ. ഫസ്റ്റ് വണ്ടിയിൽ കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് ശരിക്കും ശ്രീരാമൻ്റെ പ്രായമാണ്. ശ്രീരാമനെ പ്രസവിച്ച സമയത്താണ് ഞങ്ങൾ ഹോണ്ട സിറ്റി വാങ്ങിയത്. പിന്നെ പക്ഷെ കേരളത്തിൽ അത്രയൊന്നും ഓടിച്ചിട്ടില്ല. പിന്നെ 2009 ഡിസംബറിലാണ് വാങ്ങിച്ചത്. പിന്നെ 2010 ജൂൺ ആകുമ്പോഴത്തേക്ക് ആസാമിലേക്ക് പോയി. ആസാമിൽ പോയിട്ട് പിന്നെ വണ്ടിയും അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആസാമിലത്തെ നോർത്ത് ഈസ്റ്റിൽ ഏകദേശം എല്ലാ സ്റ്റേറ്റും ഈ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ കറങ്ങിയത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെയുള്ള റോഡ് ഭയങ്കര മോശമാണ് ആ സമയത്തൊക്കെ. പിന്നെ ഇതിനാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പറയലുണ്ടായിരുന്നു ഇത് ഭയങ്കര നിങ്ങൾ അഡ്വഞ്ചറസ് ആയിട്ടാണ് ഈ പിന്നെ യാത്രകളൊക്കെ നടത്തുന്നതെന്ന്. കാരണം ഫുള്ള് എന്താ പറയുക കുണ്ടും കുഴിയും എല്ലാം ഉള്ള വഴികളാണല്ലോ. അപ്പം അവിടുന്ന് പിന്നെ എന്നിട്ടും ഞങ്ങൾ എല്ലാ എന്താ പറയുക എല്ലാ യാത്രയും ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കൂടുതലും. പിന്നെ എന്താ പിന്നെ ഡ്രൈവിങ്ങിന് എനിക്ക് ഭയങ്കര ക്രൈസ് ആട്ടോ. ഡ്രൈവിങ് പണ്ട് മുതലേ ഞാൻ എന്താ പറയുക ഇങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം കൂടെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കും. അവരൊക്കെ കണ്ണൂർ പോകുന്ന ആൾക്കാരായിരുന്നു. ഞാനാണെങ്കിൽ എനിക്ക് അത്ര ദൂരമൊന്നും പോകണ്ട. എന്നിട്ട് ഞാൻ അവരെ ബസ്സൊക്കെ കയറ്റിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പം ഞാൻ നോക്കുന്നത് വണ്ടികളും പിന്നെ വണ്ടീൻ്റെ നമ്പറും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തെ എനിക്ക് ഭയങ്കര ക്രേസാണ് വണ്ടി ഓടിക്കണം. പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തതായിരുന്നു ഇങ്ങനെ ഡ്രൈവിങ് എന്താ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാം അതൊന്നും. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞങ്ങൾ പിന്നെ ഹോണ്ട സിറ്റി വാങ്ങിച്ചു. അത് ധനുവേട്ടന് ആദ്യം മുതൽ ഈ ഹോണ്ട സിറ്റിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ വണ്ടിയൊക്കെ നോക്കി. പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. മൂപ്പർക്ക് പിന്നെ ഇതന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് 2009 വാങ്ങിച്ചു. പിന്നെ ഇതാ വേറൊരു സാധനം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഈ കേദാർനാഥിൻ്റെ ഒരു പിന്നെ ഹാങ്ങിങ് സാധനമാണ് ഇത്. ഞങ്ങൾ വണ്ടി വാങ്ങുന്നതിന് മുമ്പേ തന്നെ വണ്ടിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് കേദാർനാഥിൽ പോയപ്പോൾ വാങ്ങിയ സാധനമാണ് കേട്ടോ. ഇതിപ്പോഴും ഞങ്ങൾ ഇതാ വണ്ടീൻ്റെ മേലെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട കുറേ സമയങ്ങളുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നോർത്ത് ഈസ്റ്റിൽ ഇതേപോലെ ഒരു അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ പിന്നെ വണ്ടി ഒരു പുഴ കടക്കേണ്ടി വന്നു. അപ്പോൾ ആ പുഴ കടക്കുമ്പോൾ ആദ്യം വിചാരിച്ചു അധികം വെള്ളമില്ലാന്ന്. പിന്നെ ഇങ്ങനെ എന്താ വണ്ടി എടുത്തു. പിന്നെ വണ്ടി ശരിക്കും വെള്ളത്തിൽ താണുപോയി. പിന്നെ എടുക്കാനേ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് പിന്നെ അവിടെയുള്ള ഒരു ലോക്കൽ 2 കുട്ടികൾ വന്നിട്ട് എങ്ങനെയോ വണ്ടി പുറത്തേക്ക് എടുത്തു.
അത് പുറത്തേക്ക് എടുക്കുമ്പോൾ മീൻസ് ഡോറ് തുറന്നപ്പം മുഴുവനും പിന്നെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് പിന്നെ വണ്ടിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഫോണ്, പിന്നെ കുറെ അങ്ങനെയുള്ള എല്ലാ സാധനവും പോയി വെള്ളം കയറിയിട്ട്. അതും പിന്നെ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാല് ശരിക്കും ആൾതാമസമൊന്നും ഇല്ലാത്ത ഒരു കാട്ടിന്റെ ഉള്ളിലായിരുന്നത്. അപ്പൊ കാട്ടിന്റെ ഉള്ളില് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ, അത് മക്കളൊക്കെ നല്ല ചെറുതായിരുന്നു ആ സമയത്ത്, എന്നിട്ട് എങ്ങനെയൊക്കെയോ വണ്ടി പുറത്തേക്ക് എടുത്തു. എന്നിട്ട് വെള്ളമൊക്കെ പോക്കി പിന്നെയും ഞങ്ങൾക്ക് കുറെ ദൂരം തിരിച്ച് വരാനുണ്ടായിരുന്നു. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് ഈ ഒരു ഹോണ്ട സിറ്റി ഈ ഒരു എൻജിൻ അടിപൊളി എൻജിൻ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ അത്രയും കിലോമീറ്റർ പിന്നെയും വണ്ടി ഒരു സ്ഥലത്തും ഓഫാകാതെ ഞങ്ങൾ സേഫായിട്ട് വീട്ടിലെത്തിച്ചത്. അങ്ങനെ പല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ലാസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായത് ഇവിടെ യമുന എക്സ്പ്രസ് വേയിൽ. അത് ശരിക്കും ഒന്ന് ഞങ്ങൾ ശരിക്കും പേടിച്ചു. പക്ഷെ ശരിക്കും ഈ വണ്ടിയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞങ്ങളന്ന് രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. ഡ്രൈവിങ് ശരിക്കും ആ നോർത്ത് ഈസ്റ്റിലുള്ള സമയത്ത് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ അവിടെയുള്ള ഈ ഹിൽ സ്റ്റേഷനൊക്കെ കുറേ ഞാൻ ഈ തവാങ്ങിലൊക്കെ പോകുമ്പോൾ കൂടുതലും ഞാൻ തന്നെ ഇരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്തത്. പിന്നെ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊന്നും ഒരിക്കലും എന്താ പറയുക, നമ്മൾ മനസ്സിലും കൂടെ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ അതൊക്കെ. പിന്നെ ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പുതിയ വണ്ടി വാങ്ങുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടിനെ പറ്റി എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ടെക്നിക്കലി എനിക്ക് പറയാനൊന്നും അറിയില്ല. എന്നാലും ഈ ഹോണ്ട സിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 100%. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ പിന്നെ ഇതിന് ഒരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയും, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണിതെന്ന്. പിന്നെ ഈ ഒരു 15 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്നെ പോലത്തെ ഒരു എന്താ പറയുക, അതായത് ലേഡീസിന് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇതാണല്ലോ. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്കൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിക്കും അത് ഈ വണ്ടീൻ്റെ ഒരു പിന്നെ വണ്ടിക്ക് തന്നെയാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇനിയിപ്പം നാട്ടിൽ വെച്ചിട്ട് പിന്നെ കാണാം. കാരണം ഇത് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മളെ കൂടിയ വണ്ടിയാണിത്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിന് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഈ ഹോണ്ട സിറ്റിൻ്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.